ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാർ കോൺഗ്രസിൽ നിന്നാണ് കാലുമാറി BJP ചേർന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പാർലമെന്റ് മെമ്പർമാരും അസംബ്ലി നിയമസഭാ അംഗങ്ങളും കാലുമാറി ഏത് പാർട്ടി ചേർന്ന് ചോദിച്ചാൽ കോൺഗ്രസിൽ നിന്നും കാലുമാറി BJP പോയി. അപ്പോൾ ജനങ്ങൾക്കിപ്പോൾ ഇത് മനസ്സിലായി തുടങ്ങി. രാജ്യത്താകെ തന്നെ BJP സമം കോൺഗ്രസ് എന്നുള്ള നിലയിലത്തേക്ക് കാര്യങ്ങൾ ആയിരിക്കുകയാണ്. ആരും ഏത് സമയം വേണോ കോൺഗ്രസിനോട് സലാം പറഞ്ഞ് BJP പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതുകൊണ്ട് കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുണ്ടായത് വേറെ രാഷ്ട്രീയ പശ്ചാത്തലം, വേറെ കാര്യങ്ങളാണ്. അത് നമ്മളൊരു ദേശീയ രാഷ്ട്രീയം വിലയിരുത്തുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം വിലയിരുത്തുന്ന കൂട്ടത്തിൽ കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ കോർപ്പറേഷനിൽ BJPക്ക് 50 സീറ്റ് കിട്ടി. 50 സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ 20ഓളം വരുന്ന സീറ്റിൽ കോൺഗ്രസും BJPയും തമ്മിൽ കൂട്ടായിരുന്നു, ഒത്തീർപ്പായിരുന്നു. അത് അത് പറയുന്നത് ശരിയാണെന്നുള്ള വിവരം വോട്ടിന്റെ പാറ്റേൺ നോക്കി അറിയാൻ പറ്റും. ഇപ്പൊ ഇന്ന് നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നോക്കാതെ മനസ്സിലായല്ലോ. അതാ മറ്റൊരു കാര്യം, ഒരു 10ഓളം വരുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ 50 വോട്ടിന് താഴെയാണ് തോറ്റത്. പല പ്രാദേശിക കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞങ്ങൾ ജനവിധിയെ ഞങ്ങൾ മാനിക്കുകയാണ്. കോൺഗ്രസിനെ കൊണ്ട് ഒരു കാരണവശാലും മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാനോ BJPയുടെ കടുത്ത വർഗീയത അവസാനിപ്പിക്കാനോ BJPയുടെ ഏകാധിപത്യ സമീപനത്തിനെതിരായിട്ട് പെരുതാനോ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കോൺഗ്രസിന്റെ അംഗങ്ങൾ അവർക്ക് BJPക്ക് നോക്കിയതിൽ അത്ഭുതമില്ല എന്നല്ലേ പറയുന്നത്? അത്ഭുതമില്ലാന്ന് തന്നെ ഞാൻ പറയുന്നത്. കാര്യത്തിൽ ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ രഹസ്യമായിട്ട് നടക്കുന്നുണ്ട്. ഇത് പരസ്യമായി വോട്ടെടുപ്പ് വന്നതിന്റെ പേരിലാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത്. രഹസ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. ഇപ്പം നിയമസഭയിൽ ഞാൻ നിയമത്തിൽ മത്സരിക്കുമ്പോൾ ഒരു രാജ്യം ജയിച്ചല്ലോ ഇവിടെ. ഞാൻ 2 പ്രാവശ്യം ജയിച്ചു ഇവിടെ. ജയിച്ച സമയത്ത് എനിക്ക് തോറ്റ സമയത്ത് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി. പക്ഷേ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് മത്സരിച്ച ആൾക്ക് വെറും 12,000 വോട്ടാണ് ഒരു അസംബ്ലി മണ്ഡലത്തിൽ കിട്ടിയത്. വോട്ട് കച്ചവടം നടന്നില്ലെങ്കിൽ അവിടെ അന്നും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ സ്വയം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച് അവിടെ വീടെടുത്ത് താമസിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നടക്കട്ടെ, കുഴപ്പമില്ല. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നമുക്ക് നോക്കാമെന്നുള്ള കാര്യമാണ്.